സംവിധായകരെല്ലാവരും ക്ലീൻ ആണോ സീരിയലില്? ഈ യൂട്യൂബിലെ ആങ്കർ ചെയ്യുന്നവരൊക്കെ ക്ലീനാണ്. അല്ല. യൂട്യൂബിലെ ക്യാമറ ചെയ്യുന്നവരൊക്കെ ക്ലീനാണ്. അല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. എല്ലാ മേഖലയിലും ഉണ്ട് ഈ ക്ലീനും ക്ലീൻ അല്ലാത്തവരും. ഉദ്ദേശം ഞരമ്പല്ലേ? അതെ. ഞരമ്പില്ലാത്ത എവിടെയാ ഉള്ളത്? നിങ്ങളൊരു ബസ്സിൽ കയറി നോക്ക്, എന്തോരം ഞരമ്പുകളാണ്. അല്ല മനോജ് ചേട്ടാ, അപ്പോഴും സീരിയലിൽ വെറുതെ ഒന്ന് സീരിയലിലേക്ക് ഒന്നും പോകണ്ട, ബസ്സിൽ കയറിയാൽ മതി. ബസ്സിൽ കയറാം, അത് നമുക്കിത് കഴിഞ്ഞ് കയറാം. ഈ സീരിയലിനെ എടുത്ത് നോക്കുമ്പം എല്ലാ സംവിധായകരും ഞാൻ പറയുന്നില്ല, ചില സംവിധായകര് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ഒരു വ്യക്തി ടോർച്ചർ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സീരിയലിനെ വെളുപ്പിക്കാൻ വന്ന ഒരുത്തൻ എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ ചിന്തിക്കുക. ഒരിക്കലും 100% ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോഡ് പ്രോമിസ്, മലയാള സീരിയൽ രംഗത്ത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയും. ചില ആളുകളുണ്ട് ഇങ്ങനെ, അത് കയറി പിടിക്കാനോ അല്ല, ചിലപ്പോൾ ഒരു മെസ്സേജൊക്കെ ഇട്ട് നോക്കും. അങ്ങനെ ചിലരുണ്ട്, ചില ആളുകളുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ വർക്ക് എന്ന് പറഞ്ഞ് പ്രാന്തെടുത്ത്. ഒന്നാമത്തത്, ഒരു സീരിയൽ സംവിധായകനെ സംബന്ധിച്ചിട്ട് അയാൾ എയറിലാണ്. രാവിലെ തുടങ്ങി രാത്രി തീരുന്നവരെ, അതും തീരുന്നവരെ മനസ്സമാനമില്ലാണ്ട് നടക്കുന്നില്ല. പിന്നെ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരാൾക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. പിന്നെ ഒളിച്ചോടി പോകുന്നവരൊക്കെ ഉണ്ട് പ്രേമിച്ച്. അതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലേ? അതെ. അല്ലാണ്ട് എല്ലാവരും അടച്ചു പറയാൻ പറ്റില്ല. വേണ്ടാത്ത പണിക്ക് പോകാതിരിക്കുക ചിന്ന, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു? ഒരു മനസ്സമാധാനമുണ്ട്. എനിക്ക് ഭീതിയില്ല. ഞാൻ അവളെങ്ങാനും എനിക്ക് പണി തരുമോ? ആ പെണ്ണങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ പോയില്ലേ മുഴുവൻ സ്വസ്ഥത.